ഡാറ്റ സമ്മറൈസേഷനിൽ നമ്മൾ അടുത്ത് നോക്കുന്ന ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക് ആണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഒരു മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് നോക്കാം. അപ്പോൾ മെഷർ ഓഫ് ഡിസ്പേർഷൻ നമുക്ക് ഡാറ്റയിലുള്ള ഒബ്സർവേഷൻസ് എത്രത്തോളം സ്കാറ്റേർഡ് ആയിട്ടാണ് കിടക്കുന്നത്, എത്രത്തോളം ചെതറിയിട്ടാണ് കിടക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ആണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ചെതറിക്കിടക്കുന്നത് അല്ലെങ്കിൽ ഡാറ്റയിലുള്ള വേരിയേഷൻസ് ഒബ്സർവേഷൻസ് തമ്മിലാവാം, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ആവറേജ് എന്നാവും. അപ്പോൾ എത്രത്തോളം അകന്നകന്നിട്ടാണ് നമ്മൾ ഒബ്സർവേഷൻസ് കിടക്കുന്നത്, തമ്മാമിലോ അല്ലെങ്കിൽ ആവറേജിനോ, അതിനാണ് മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് നമ്മൾ പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസസ് ടു മെഷർ ദ സ്കാറ്റേർഡ്നെസ് ഓർ വേരിയേഷൻസ് ഓഫ് ഒബ്സർവേഷൻസ് ഇൻ എ ഡാറ്റ. അപ്പം നമ്മുടെ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനെ നമ്മൾ രണ്ട് രീതിയിലുള്ള മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ക്യാൻ ഐദർ ബി ആൻ ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ ഓർ ഇറ്റ് ക്യാൻ ബി എ റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ, അല്ലേ? അപ്പോൾ എന്താണ് ഒരു ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ? അതായത് നമുക്കിപ്പം മെഷർ ചെയ്യേണ്ടത് നമ്മളടുത്തൊരു സിംഗിൾ സെറ്റ് ഓഫ് ഡാറ്റയേ ഉള്ളൂ എന്ന് വിചാരിക്കും. ഒരു സിംഗിൾ സെറ്റ് ഓഫ് ഡാറ്റയിലുള്ള വേരിയേഷൻസ് അല്ലെങ്കിൽ സ്കാറ്റേർഡ്നെസ് അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ ഉപയോഗിക്കുന്നത്. ഒരു കാര്യത്തിനെ കുറിച്ചുള്ള ഡാറ്റ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. എന്നാൽ റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നിലധികം സെറ്റ് ഓഫ് ഡാറ്റാസ് ഉണ്ട്. അപ്പം നമുക്ക് മെഷർ ചെയ്യണം ഏതിലാണ് വേരിയേഷൻസ് കൂടുതൽ. അങ്ങനെ കമ്പയർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരുപയോഗിക്കുന്നത്, റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ കമ്പാരിസന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷനും ഒരൊറ്റ സെറ്റ് ഓഫ് ഡാറ്റയിലുള്ള വേരിയേഷൻസിനെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നതാണ് ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ. നമുക്ക് ഏതൊക്കെയാണ് ആബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് നോക്കാം. റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇതൊക്കെയാണ് ആബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. അതേപോലെ റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച്, കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. ഇതെല്ലാമാണ് റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് റേഞ്ച് എന്ന് നോക്കാം. അപ്പോൾ റേഞ്ച് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് ഒബ്സർവേഷൻ ഇൻ എ ഡാറ്റ. നമ്മുടെ കയ്യിലുള്ള ഡാറ്റയിലുള്ള ഏറ്റവും വലിയ ഒബ്സർവേഷനും ഏറ്റവും ചെറിയ ഒബ്സർവേഷനും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റേഞ്ച് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് റേഞ്ച് ഇസ് ഈക്വൽ ടു ഹയസ്റ്റ് ഒബ്സർവേഷൻ, ദാറ്റ് ഈസ് നമ്മൾ എച്ച് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു, മൈനസ് ലോവസ്റ്റ് ഒബ്സർവേഷൻ. ഇതാണ് നമ്മൾ റേഞ്ച് കണ്ടുപിടിക്കാനുള്ള വഴി. ഇതിപ്പോൾ നമ്മൾ റോ ഡാറ്റയിലാണെങ്കിലും അതുമാതിരി ഡിസ്ക്രീറ്റ് സീരീസിലാണെങ്കിലും അതുമാതിരി കണ്ടിന്യൂസ് സീരീസിലാണെങ്കിലും എല്ലാം തന്നെ ഇതേ ഫോർമുല ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ആരെ കണ്ടുപിടിക്കാൻ പോകുന്നത്, റേഞ്ചിനെ കണ്ടുപിടിക്കാൻ പോകുന്നത്. ആൻഡ് റേഞ്ചിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള, ഇതൊരു ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണല്ലോ, അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷനെ നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച്? ഈ കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് ഇസ് ഈക്വൽ ടു എച്ച് മൈനസ് എൽ ഡിവൈഡഡ് ബൈ എച്ച് പ്ലസ്. സാധാരണയായിട്ട് ഒരു റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരു റേഷ്യോ ആയിട്ടാണ്. നമ്മളെ ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ ഡിവൈഡഡ് ബൈ ആൻ ആവറേജ്, ആ രീതിയിലാണ് സാധാരണയായിട്ട് നമ്മളൊരു റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്ത ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ നമ്മൾ നോക്കുന്നത് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ്. വാട്ട് ഈസ് എ ക്വാർട്ടൈൽ ഡീവിയേഷൻ? ക്വാർട്ടൈൽ ഡീവിയേഷൻ is half the difference between the third and first quartiles. അതായത് നമ്മൾ ക്വാർട്ടൈൽസ് എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ക്വാർട്ടൈലിനെ നമ്മൾ Q1 എന്നും തേർഡ് ക്വാർട്ടൈലിനെ നമ്മൾ Q3 എന്നും ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്വാർട്ടൈൽസ് എന്ന് പറയുന്നത് നമ്മളെ കയ്യിലുള്ള ഡാറ്റ, അതായത് നമ്പേഴ്സ് ആയിരിക്കും, സെറ്റ് ഓഫ് നമ്പേഴ്സ്. അതിനെ നമ്മളിപ്പോൾ അറേഞ്ച് ചെയ്തൊക്കെ എഴുതിയിട്ടുണ്ടാവും. അതിനെ നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്ന വാല്യൂസിനെയാണ് നമ്മൾ ക്വാർട്ടൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള അറേഞ്ച് ചെയ്തിരിക്കുന്ന നമ്പേഴ്സിനെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കണം. അതിനെ രണ്ട് കഷ്ണങ്ങളായിട്ട് ഭാഗിക്കുകയാണ് Q1 ചെയ്യുന്നത്. അതായത് Q1-നെക്കാട്ടും കുറവായിട്ട് 25% ഒബ്സർവേഷൻ ഉണ്ടാവും, ആൻഡ് അതിനെക്കാട്ടും കൂടുതലായിട്ട് 75% ഒബ്സർവേഷൻ ഉണ്ടാവും. അപ്പം ഇങ്ങനെ ഡാറ്റേനെ രണ്ട് കഷ്ണങ്ങളായിട്ട് മുറിക്കുന്ന ഒരു പാർട്ടീഷൻ വാല്യൂ ആണ് Q1. അതുമാതിരി
Q3 എന്ന് പറയുന്ന പാർട്ടീഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് എ തേർഡ് ക്വാർട്ടൈൽ, അത് ഡാറ്റേനെ അതിനെക്കാട്ടും കുറവായിട്ട് 75% ഒബ്സർവേഷൻസ് ആണ് ഡാറ്റയിൽ ഉണ്ടാവുക. ആൻഡ് ഇതിനെക്കാട്ടും കൂടുതലായിട്ട് 25% ഒബ്സർവേഷൻ ഉണ്ട്. അങ്ങനെ വരുന്ന ഒരു ഒബ്സർവേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, തേർഡ് ക്വാർട്ടൈൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്വാർട്ടൈലുകൾ തമ്മിലുള്ള ഡിഫറൻസ് കാണുക. അപ്പൊ ക്വാർട്ടൈൽ ഡീവിയേഷനിൽ നമ്മൾ ചെയ്യുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ തേർഡ് ആൻഡ് ഫസ്റ്റ് ക്വാർട്ടൈൽ, അതിന്റെ ഹാഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് ആൻഡ് തേർഡ് ക്വാർട്ടൈൽസ്, അതിനെയാണ് നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ക്വാർട്ടൈൽസ് എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിലുള്ള ഒരു ക്വാർട്ടൈൽ തന്നെയായിരുന്നു മീഡിയനും. അപ്പൊ Q2 ആണ് മീഡിയൻ. ഈ ക്വാർട്ടൈൽസ് കാണാനുള്ള ഫോർമുലകൾ എന്ന് പറയുന്നത് മീഡിയൻ കാണാനുള്ള ഫോർമുലകൾക്ക് സിമിലർ ആണ്. മീഡിയൻ n/2 ഒബ്സർവേഷൻ എന്നുള്ള രീതിയിൽ by2 എന്ന് വെച്ചിട്ടാണ് മീഡിയൻ കാണുന്നതെങ്കിൽ Q1 കാണാനുള്ള ഫോർമുലയിൽ n/4 അല്ലെങ്കിൽ n+1/4 ഒബ്സർവേഷൻ എന്ന രീതിയിലും, അതുമാതിരി Q3 കാണാനുള്ള ഫോർമുല 3n+1/4 ഒബ്സർവേഷൻ എന്നുള്ള രീതിയിലുമാണ് നമ്മൾ ഉപയോഗിക്കാറ്. അപ്പം ഇതാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാനോട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലകൾ. ഇതേ ഫോർമുല തന്നെയാണ് നമ്മൾ റോ ഡാറ്റയാണെച്ചാലും റോ ഡാറ്റയിലും ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലെല്ലാം നമ്മൾ ഇതേ ഫോർമുല തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലെല്ലാം വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ Q1ഉം Q3യും കണ്ടുപിടിക്കാനുള്ള വാല്യൂസിൽ വരുന്ന വ്യത്യാസങ്ങളാണ്. അപ്പോൾ ക്വാർട്ടൈൽ ഡീവിയേഷന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ്. കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ വിച്ച് ഇസ് ഈക്വൽ ടു Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ Q3 പ്ലസ് Q1. ഇതാണ് കറസ്പോണ്ടിങ് റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ വരുന്നത്. ആൻഡ് അടുത്ത നോക്കുന്ന ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ് മീൻ ഡീവിയേഷൻ. എന്താണ് മീൻ ഡീവിയേഷൻ എന്ന് നോക്കാം. മീൻ ഡീവിയേഷൻ ഇസ് ഡിഫൈൻഡ് ആസ് ദ അരിത്തമാറ്റിക് മീൻ ഓഫ് ആബ്സല്യൂട്ട് വാല്യൂസ് ഓഫ് ഡീവിയേഷൻസ് ഓഫ് ഒബ്സർവേഷൻസ് ഫ്രം ആൻ ആവറേജ്. അതായത് മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ എർത്തമാറ്റിക് മീൻ. എർത്തമാറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഏതിന്റെ എർത്തമാറ്റിക് മീൻ ആണോ കാണുന്നത് അവരെ നമ്മൾ സമ്മ് ചെയ്യും. നമ്മൾ സമ്മേഷൻ എടുത്തു, അതിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലെ. അപ്പൊ 1/n സമ്മേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് ശേഷം വരുന്ന കാര്യത്തിന്റെ എർത്തമാറ്റിക് മീൻ ആണ് ഞാൻ കാണുന്നത്. അപ്പൊ ഇവിടെ ആരുടെ എർത്തമാറ്റിക് മീൻ ആണ് കാണുന്നത്, ആബ്സല്യൂട്ട് വാല്യൂസ്. ആബ്സല്യൂട്ട് വാല്യൂസ് പറഞ്ഞാൽ മോഡുലസ് അല്ലെ. ആബ്സല്യൂട്ട് വാല്യൂസ് ഓഫ് ഡീവിയേഷൻസ് ഓഫ് ഒബ്സർവേഷൻസ് ഫ്രം ആൻ ആവറേജ് ആണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഡീവിയേഷൻസ് എന്ന് പറയുന്നത് ഒബ്സർവേഷൻസ് എക്സുകളാണ്. അവരെ ഒരു ആവറേജ് എന്നുള്ള ഡീവിയേഷൻസ് കാണുക, കാരണം x-a. അപ്പൊ ഇങ്ങനെ നമ്മൾ എഴുതുന്നതാണ് മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫോർമുല നമ്മൾ ഉപയോഗിക്കുന്നത് റോ ഡാറ്റയെല്ലാം വരുമ്പോഴാണ്. അതുമാതിരി ഇപ്പം ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനുകൾ വരുമ്പോൾ ഡിസ്ക്രീറ്റ് ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നത് ഡിസ്ക്രീറ്റ് ഡാറ്റയാണെച്ചാലും കണ്ടിന്യൂസ് ഡാറ്റയാണെങ്കിൽ എല്ലാം തന്നെ മീൻ ഡീവിയേഷൻ കാണാനുള്ള ഫോർമുല എന്ന് പറയുമ്പോൾ അവിടെ ഫ്രീക്വൻസി കൂടി വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ 1/N സമ്മേഷൻ f ഇൻറ്റു മോഡുലസ് ഓഫ് x-a എന്നുള്ള ഫോർമുലയാണ്. അപ്പൊ ഇവിടെ ഉപയോഗിക്കുന്ന ആവറേജ് a ക്യാൻ ബി മീൻ x ബാർ ആവാം, അല്ലെങ്കിൽ മീഡിയൻ ആവാം, അല്ലെങ്കിൽ മോഡ് ആവാം. അപ്പൊ നമ്മൾ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ, മീൻ ഡീവിയേഷൻ അബൌട്ട് മോഡ് ഒക്കെയാണ് കണ്ടുപിടിക്കുന്നത്. കണ്ടിന്യൂസ് സീരീസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ ഉപയോഗിക്കുന്ന എക്സ് എന്ന് പറയുന്നത് ഓരോ ക്ലാസ്സുകളുടെയും മിഡ് വാല്യൂസ് ആയിരിക്കും. അതാണ് നമ്മളെ മീൻ ഡീവിയേഷൻ. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മളെ റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ് കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ. കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ ഡീവിയേഷനെ ഏത് ആവറേജ് എന്നാണോ നമ്മൾ ഡീവിയേഷൻ കണ്ടിരിക്കുന്നത് ആ ആവറേജ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കിട്ടുന്നതാണ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത്. അടുത്ത് നോക്കുന്ന ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ്. വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ? Standard deviation is defined as the square root of the arithmetic mean of squares of deviations of observations from their arithmetic mean. അങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ നമ്മൾ എങ്ങനെ എഴുതുക വെച്ചാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതിന് സിഗ്മ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സ്മോൾ ലെറ്റർ സിഗ്മ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ദറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ്, അതൊരു സ്ക്വയർ റൂട്ടാണ്,
ഏതിൻ്റെ സ്ക്വയർ റൂട്ടാണ്? എർത്തമാറ്റിക് മീൻ ഓഫ്. എർത്തമാറ്റിക് മീൻ കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ 1/n സമ്മേഷൻ എന്ന് എഴുതി. ആരുടെ എർത്തമാറ്റിക് മീൻ ആണ്? സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻസ് ഓഫ് ഒബ്സർവേഷൻസ് ഫ്രം എർത്തമാറ്റിക് മീൻ. അപ്പം എക്സ് മൈനസ് ഡീവിയേഷൻസ് ഓഫ് ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എഴുതുന്നത് എക്സ് മൈനസ് എക്സ് ബാർ ആണ് അല്ലെ. എക്സ് മൈനസ് എക്സ് ബാർ, ഇതാണ് നമ്മൾ ഡീവിയേഷൻസ് ഓഫ് ഒബ്സർവേഷൻസ് ഫ്രം എർത്തമാറ്റിക് മീൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ഫോർമുല. അപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്ന ഈ ഫോർമുല നമ്മൾ റോ ഡാറ്റയിലുള്ള ഒരു ഫോർമുലയാണ് എഴുതിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനുകൾ വരികയാണെങ്കിൽ, അതായത് ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വരികയാണെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ഫോർമുലേനെ എങ്ങനെ എഴുതും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, അവിടെ 1/N എന്ന് വരുന്നു, സമ്മേഷൻ എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഈ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ അവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്നത്. എന്നിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയറിനെ നമ്മൾ വേരിയൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ വാട്ട് ഇസ് വേരിയൻസ്? വേരിയൻസ് ഇസ് ദ സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. വേരിയൻസ് ഇസ് ഈക്വൽ ടു, അത് നമ്മൾ സിഗ്മ സ്ക്വയർ കൊണ്ട് ഡിനോട്ട് ചെയ്യും. വേരിയൻസ് എന്ന് പറഞ്ഞാൽ ഈ ക്വാണ്ടിറ്റി വിത്തൗട്ട് സ്ക്വയർ റൂട്ട് അല്ലെ, അത് സ്ക്വയർ ചെയ്യുമ്പം സ്ക്വയർ റൂട്ട് ഇല്ലാതിരിക്കും. ഇതന്നെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 2 റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ കണ്ടുപിടിക്കാം. അതിൽ ആദ്യത്തെ ഒന്നാണ് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ എർത്തമാറ്റിക് മീൻ എന്ന് പറയാം. ദാറ്റ് ഈസ് സിഗ്മ ഡിവൈഡഡ് ബൈ എക്സ് ബാർ എന്ന് എഴുതാം. ദിസ് ഈസ് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതേപോലെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മറ്റൊരു റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. അതിനെ നമ്മൾ സി വി എന്ന് പറയും. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ സി വി ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ്.